അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ ഹിന്ദു ഏകതാ സമ്മേളനം മാവുങ്കാലിലെ രാംദാസ് നഗറിൽ വെച്ച് നടത്തി. ആനന്ദാശ്രമം മഠാധിപതി സ്വാമി മുക്താനന്ദ ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള അജാനൂർ ഗ്രാമപഞ്ചായത്ത് തല ഹിന്ദു ഏകതാ സമ്മേളനമാണ് മാവുങ്കാൽ രാംദാസ് നഗറിൽ വെച്ച് നടത്തിയത്. നിരവധി ആളുകൾ പങ്കെടുത്ത സമ്മേളനം ആനന്ദാശ്രമം അധിപതി സ്വാമി മുക്താനന്ദ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കാലത്തിൻ്റെ പോക്കിൽ പലതും നമ്മൾ വിസ്മരിച്ചിട്ടുണ്ടാവും. അതിനൊരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുമ്പോൾ കുറച്ചു മുമ്പ് പാടിയില്ലേ, അതിലൊരു വാക്ക് വരുന്നില്ലേ, ലോകം മുഴുവൻ ഒന്നായി കാണുന്ന ഒരു സംസ്കാരം, എവിടെയും ഇല്ലാത്തൊരു സംസ്കാരം. ആ സാർവലൗകിക സ്നേഹവും സേവനവും നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്തുകയും അതിന് വിഷമം വരുമ്പോൾ പരമാവധി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഭാരതീയ വിദ്യാഭവൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്കൂളുകളിൽ രാവിലെ എണ്ണീറ്റുള്ള പ്രാർത്ഥനാ പരിപാടി നിങ്ങൾ പലരും നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ടാവും. വളരെയധികം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ആ ഒരു അടിത്തറയിലാണ് കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. ചടങ്ങിൽ കാഞ്ഞങ്ങാട് കശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷനിലെ എം ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷനായി. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് പി ഗോപാലൻകുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതത്തിൻ്റെ ഏകത കുടുംബ വ്യവസ്ഥയിലാണ് നിലനിൽക്കുന്നതെന്നും ഇന്നിതിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തുവാൻ രാഷ്ട്രവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നുവെന്നും ഭാരതത്തെ അഖണ്ഡമായി നിലനിർത്തുവാനുള്ള മൂലമന്ത്രമാണ് വന്ദേമാതരവും രാഷ്ട്രഗീതവുമെന്നും അദ്ദേഹം പറഞ്ഞു. കുമാരൻ വല്യച്ചൻ കിഴക്കങ്കര മുച്ചിലോട്ട്, വേണുഗോപാലൻ നമ്പ്യാർ, രാജൻ കുറുമ്പ ഭഗവതി ക്ഷേത്രം, ഹരിചന്ദ്രൻ പുതിയകണ്ഠം, എം നാരായണൻ ഗുരുക്കൾ, അടിയാർക്കാവ് കാരണവർ ചന്ദ്രബാബു, സുമാരാഘവൻ എന്നിവർ സംസാരിച്ചു. വർക്കിംഗ് ചെയർമാൻ പി ഗണേശൻ സ്വാഗതവും രാജീവൻ പടിഞ്ഞാറേക്കര നന്ദിയും പറഞ്ഞു. തുടർന്ന് നീലേശ്വരം ശിവഗംഗ ഭജൻസിന്റെ ഭജനയും അരങ്ങേറി. കൂടാതെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.